വീണ്ടും വാർത്തകളിലേക്ക്. എടമുട്ടം പയച്ചോട് നിരവധി പേരെ ആക്രമിച്ച തെരുവ് പട്ടിയെ നാട്ടുകാർ തല്ലിക്കൊന്നു. ഞായറാഴ്ച രാവിലെ 11 മണിയോടെ പയച്ചോടിന് കിഴക്ക് ഭാഗത്താണ് തെരുവ് പട്ടിയെ തല്ലിക്കൊന്നത്. ഇന്നലെ തെരുവ് പട്ടിയുടെ കടിയേറ്റ വീട്ടമ്മമാർ ഉൾപ്പെടെ 7 പേർക്ക് പരിക്കേറ്റിരുന്നു. പയച്ചോട് സ്വദേശികളായ കൊല്ലാറ മോഹനദാസിന്റെ ഭാര്യ രേഷ്മ, തയ്യിൽ ജനാർദ്ദനന്റെ ഭാര്യ രാഗിണി, മുത്തേഴത്ത് ജനാർദ്ദനന്റെ ഭാര്യ ജയ, പൊറ്റേക്കാട്ട് അജയന്റെ ഭാര്യ മിനി, ചക്കാലപ്പുറത്ത് ഗണേശന്റെ ഭാര്യ മണി, ബേബി ജോൺ, ബംഗാളി യുവാവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രദേശത്തെ നിരവധി വളർത്തുനായ്ക്കളെയും തെരുവ് പട്ടി കടിച്ചിരുന്നു. ഇന്നലെ രാത്രി നാട്ടുകാർ ഏറെ സമയം പ്രദേശത്ത് തിരച്ചിൽ നടത്തിയിരുന്നു. ഞായറാഴ്ച രാവിലെ മുരിയാംതോടിന് സമീപം പശുവിനെയും പട്ടി കടിച്ചിരുന്നു. തുടർന്ന് നാട്ടുകാർ പയച്ചോടിന് കിഴക്ക് തെരുവ് പട്ടിയെ തല്ലിക്കൊല്ലുകയായിരുന്നു. പ്രദേശത്തെ പൊന്തക്കാടിൽ പ്രസവിച്ചു കിടന്നിരുന്ന തെരുവ് പട്ടിയാണ് നാട്ടുകാരെ ഉപദ്രവിച്ചത്. ഇതിന്റെ 4 കുട്ടികളെയും പട്ടി ഉപദ്രവിച്ച മറ്റൊരു തെരുവ് നായയെയും നാട്ടുകാർ തല്ലിക്കൊല്ലുകയായിരുന്നു. പേവിഷബാധയുണ്ടോ എന്ന് വ്യക്തമാക്കാൻ പട്ടിയുടെ ജഡം മണ്ണുത്തി വെറ്ററിനറി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പരിക്കേറ്റവർ കുത്തിവയ്പ്പിനായി ചിലവഴിച്ച 16,000-ഓളം രൂപ വലപ്പാട് ഗ്രാമപഞ്ചായത്ത് അനുവദിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തീരദേശത്ത് തെരുവ് നായ്ക്കളുടെ ആക്രമണം രൂക്ഷമാകുന്നു. കുത്തിവയ്പ്പ് മരുന്നിനായുള്ള ജനങ്ങളുടെ ആദി ഇപ്പോഴും വിട്ടൊഴിയുന്നില്ല. നാടൊട്ടുക്കും തെരുവുനായ ആക്രമണം വ്യാപിക്കുമ്പോൾ കുത്തിവയ്പ്പ് മരുന്നുകളെ കുറിച്ചുള്ള ആദി വളരുന്നു. മരുന്നിന്റെ വില കൂടുതൽ, എല്ലാ ആശുപത്രികളും സൂക്ഷിക്കാത്തത്, BPL ഒഴികെയുള്ളവർക്ക് അനുവദിക്കാത്തത് തുടങ്ങിയവയാണ് പ്രശ്നം രൂക്ഷമാക്കുന്നത്. മിക്ക PHCകളിലും പ്രാഥമിക കുത്തിവയ്പ്പുകൾ മാത്രമാണ് ലഭ്യമായിട്ടുള്ളത്. മനുഷ്യേതര ജീവികളുടെ മാന്തൽ, കടി തുടങ്ങിയവ ഒഴികെയുള്ള ചെറിയ പരിക്കുകൾക്ക് മാത്രമാണ് ആന്റി റാബീസ് വാക്സിനുകൾ ഉപയോഗിക്കുക. കഴിഞ്ഞ മാസം 25-ന് നടന്ന ജില്ലയിലെ ആരോഗ്യവകുപ്പ് അധികൃതരുടെ യോഗത്തിൽ വാക്സിനുകൾ എല്ലായിടത്തും സൂക്ഷിക്കുവാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ഗുരുതരമായ പരിക്കുകൾക്കുള്ള ഇക്വൈൻ സിറം മരുന്നുകൾ ജില്ലാ ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും മാത്രമാണ് സൂക്ഷിക്കുക. കാറ്റഗറി 3-ൽപ്പെട്ട മുഖത്തോ കൈവെള്ളയിലോ കടിയേൽക്കൽ, ഗുരുതരമായ മുറിവുകൾ എന്നിവയ്ക്കാണ് സിറം ഉപയോഗിക്കുന്നത്. അത്യാഹിത വിഭാഗ പരിചരണ സംവിധാനങ്ങൾ ഇല്ലാത്ത ആശുപത്രികളിൽ ഇതിന്റെ കുത്തിവയ്പ്പ് എടുക്കുവാനോ മരുന്ന് സൂക്ഷിക്കുവാനോ പാടില്ല. അതിനാൽ പേവിഷബാധ സംശയിക്കുന്ന തെരുവ് നായയിൽ നിന്നുള്ള ആക്രമണത്തിനും ഗുരുതര പരിക്കിനും സാധാരണ ആശുപത്രികളെ ആശ്രയിക്കാൻ കഴിയുകയില്ല. ഇക്വൈൻ സിറം സർക്കാർ ആശുപത്രികളിൽ BPLകാർക്ക് മാത്രമാണ് നൽകുക. ദൗർഭാഗ്യവശാൽ ഈ കാർഡില്ലാത്തവർ എത്ര ദരിദ്രരായാലും മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും. 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് 2 വയൽ മരുന്നെങ്കിലും, അതായത് 1 മില്ലിലിറ്റർ മരുന്നെങ്കിലും കുത്തിവെക്കണം. ഇതിന് 900-ലധികം രൂപ ചിലവ് വരും. കുതിരയിൽ നിന്നും മറ്റും വികസിപ്പിച്ചെടുത്ത ഇക്വൈൻ സിറം അലർജി ഉണ്ടാക്കുന്നതാണ്. ടെസ്റ്റ് കുത്തിവെപ്പെടുത്ത് 1 മണിക്കൂർ കഴിഞ്ഞ് ശരിക്കുള്ള കുത്തിവെപ്പ് എടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അലർജിയുള്ളവർക്ക് ഹ്യൂമൻ ആന്റി റാബീസ് സിറം മാത്രമേ ഉപയോഗിക്കുവാൻ കഴിയൂ. സാധാരണക്കാരന് ചിന്തിക്കാൻ കഴിയാത്ത വിലയാണ് ഇതിന്. 50 കിലോ ഭാരമുള്ള ഒരാൾക്ക് ഇത് 2 യൂണിറ്റെങ്കിലും വേണ്ടിവരും. ഇതിന് 20,000-ഓളം രൂപയും ചെലവാകും. സർക്കാർ ഈ മരുന്ന് വിതരണം ചെയ്യാത്തതിനാൽ പുറത്തുനിന്ന് വാങ്ങാനേ നിവൃത്തിയുള്ളൂ. ജില്ലാ ആശുപത്രിയിൽ ഇക്വൈൻ സിറം സ്റ്റോക്ക് ഉണ്ടെങ്കിലും മെഡിക്കൽ കോളേജിൽ സ്റ്റോക്ക് ഇല്ലെന്നാണ് അറിവ്. ശനിയാഴ്ച തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റ എടമുട്ടം സ്വദേശികൾ 16,000-ലധികം രൂപ ചെലവഴിച്ച് പുറത്തുനിന്ന് മരുന്നുകൾ വാങ്ങേണ്ടി വന്നു. മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് എത്തിയവർക്കാണ് ഈ ദുർഗതിയുണ്ടായത്. പ്രാഥമിക കുത്തിവയ്പ്പിനുള്ള വാക്സിനുകൾ സൂക്ഷിക്കണമെന്ന് നിർദ്ദേശം വന്നിട്ടും ചില PHCകൾ അത് ചെവിക്കൊണ്ടിട്ടില്ല. പെരിഞ്ഞനം, കൂരിക്കുഴി, ചാമക്കാല ആശുപത്രികളിൽ ലഭ്യമായ മരുന്ന് കാട്ടൂരിൽ സ്റ്റോക്കില്ല. 1 വയൽ മരുന്നിന് 300 രൂപ മാത്രമുള്ള മരുന്ന് 2 പേർക്ക് കുത്തിവയ്ക്കുവാൻ മതിയാകും. നായ്ക്കളെ നശിപ്പിക്കുവാൻ നടപടി ത്വരിതപ്പെടുത്തുന്നതോടൊപ്പം അതത് PHC, CHC ആശുപത്രികളിൽ വാക്സിനുകളെങ്കിലും സൂക്ഷിക്കാത്ത പക്ഷം ജനം അധോഗതിയിലാവും. ലോക എയ്ഡ്സ് ദിനത്തോടനുബന്ധിച്ച് തൃപ്പയാർ JCIയുടെ ആഭിമുഖ്യത്തിൽ എയ്ഡ്സ് വിരുദ്ധ ബോധവൽക്കരണവും ചിത്രപ്രദർശനവും നടത്തി. ആർട്ടിസ്റ്റ് പ്രവീഷ് തൃപ്പയാർ വരച്ച ചിത്രങ്ങളാണ് പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയത്. JCI ഫൗണ്ടേഷൻ ചെയർമാൻ K. വല്ലഭദാസ് ചിത്രപ്രദർശനം ഉദ്ഘാടനം ചെയ്തു. JCI തൃപ്പയാർ പ്രസിഡന്റ് NB സ്വരാജ് അധ്യക്ഷനായിരുന്നു. JCI അന്താരാഷ്ട്ര പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈൻ T. ഭാസ്കർ, AV വാമനകുമാർ, അഡ്വക്കേറ്റ് CR രകേശ് ശർമ്മ എന്നിവരും സംസാരിച്ചു.
കേരള പ്രൈവറ്റ് മെഡിക്കൽ ടെക്നീഷ്യൻ അസോസിയേഷന്റെ തൃപ്പയാർ മേഖലാ സമ്മേളനം തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഉത്തരവാദപ്പെട്ട ആളുകളുമൊക്കെ കുറെ കൂടി ആരോഗ്യ രംഗത്തേക്ക് ഇന്നലെകളിൽ ഇല്ലാത്ത വിധത്തിൽ പുതിയ ഇടപെടലുകൾ നടത്തി ആരോഗ്യ മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. അല്ലാതെ നമ്മൾ സ്വകാര്യവൽക്കരണത്തെയും പ്രൈവറ്റ് സ്ഥാപനങ്ങളെയും വിമർശിച്ചിട്ട് കാര്യമില്ല. ഗവൺമെന്റിന് പരിപൂർണമായും ജനങ്ങളുടെ നീഡ്സിനനുസരിച്ച് അല്ലെങ്കിൽ ആവശ്യങ്ങൾക്കനുസരിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഇടപെടാൻ കഴിയാതെ വരുമ്പോഴാണ് സ്വകാര്യ മേഖലയെ ആശ്രയിക്കുവാൻ ആളുകൾ മുന്നോട്ട് വരുന്നത്. അപ്പോൾ നല്ല സർവീസ് എവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ആവശ്യപ്പെടുന്നതും അവർ ആഗ്രഹിക്കുന്നതും ആ മേഖലയിലേക്ക് പോകുന്നതും. ഞാൻ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി CV ദിലീപ് അധ്യക്ഷത വഹിച്ചു. അഹമ്മദ് മക്കായി, ഫാത്തിമ ഇബ്രാഹിം, മുഹമ്മദ് അൻവർ ഷാ എന്നിവരും സംസാരിച്ചു. ലബോറട്ടറികളിലെ HIV പരിശോധന എന്ന വിഷയത്തെ അധികരിച്ച് നാട്ടിക പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ TP അനീഷ് കുമാർ ക്ലാസ് എടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വലപ്പാട് യൂണിറ്റ് കുടുംബ സംഗമം നടത്തി. എടമുട്ടം SNV UP സ്കൂളിൽ വാർഡ് മെമ്പർ നയന കുടുംബമേള ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് K ശങ്കുണ്ണി നായർ അധ്യക്ഷത വഹിച്ചു. പെൻഷനേഴ്സ് യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി EV ദശരഥൻ മാസ്റ്റർ മുഖ്യ അതിഥിയായിരുന്നു. ചടങ്ങിൽ KSSPU ബ്ലോക്ക് സെക്രട്ടറി KK ധർമ്മപാലൻ, യൂണിറ്റ് സെക്രട്ടറി VV ചിദംബരൻ, KK സയ്യിദ് മുഹമ്മദ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി PS ദിവാകരൻ എന്നിവരും സംസാരിച്ചു. കയ്പമംഗലത്ത് പണി തുടങ്ങി മാസങ്ങൾ പിന്നിട്ടിട്ടും റോഡ് നിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് സോഷ്യലിസ്റ്റ് ജനത നടത്തുന്ന നിരാഹാര സമരം തിങ്കളാഴ്ച ആരംഭിക്കും. കയ്പമംഗലം കാളമുറി ബീച്ച് റോഡിന്റെ പുനർനിർമ്മാണം പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സോഷ്യലിസ്റ്റ് ജനത കയ്പമംഗലം പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി സന്തോഷ് വലിയപറമ്പിലാണ് നിരാഹാരം ഇരിക്കുന്നത്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്ക് കാളമുറി സെന്ററിൽ നടക്കുന്ന സമരപരിപാടി സോഷ്യലിസ്റ്റ് ജനത ജില്ലാ പ്രസിഡന്റ് യൂജിൻ മൊറോലി ഉദ്ഘാടനം ചെയ്യും. വീണ്ടും പ്രധാന വാർത്തകൾ. സംസ്കാര സാഹിതി കയ്പമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് അനുസ്മരണം നടത്തി. തൃപ്പയാർ സൗഹൃദം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ എടമുട്ടത്ത് മലർവാടിക്കൂട്ടം കലാസാംസ്കാരിക കൂട്ടായ്മ സംഘടിപ്പിച്ചു. എടമുട്ടം പയച്ചോട് നാട്ടുകാരെ ആക്രമിച്ച തെരുവ് നായയെ നാട്ടുകാർ തല്ലിക്കുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.